ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയറ്റ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബർ ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ആ ഒരു ആക്ട് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്കതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി തന്നെ ഇതിന് മുന്നത്തെയൊക്കെ ലെക്ചേഴ്സിൽ, അതായത് ഒരു ലെക്ചർ 20 വരെയൊക്കെ ട്രേഡ് യൂണിയൻസ് ആക്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു ലെക്ചർ 20 പറഞ്ഞത്. ആൻഡ് അതിൽ തന്നെ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി നമുക്കിതിനകത്ത് നോക്കാനുള്ളത് രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് പേര് റിമൂവൽ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ആൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 8 അകത്താണ് രജിസ്ട്രാർ ഈ ഒരു ആക്ട് പ്രകാരം ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള റിക്വയർമെൻറ്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും, ഈ പറയുന്ന ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ പറയുന്ന എങ്ങനെയാണിത് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ട്രേഡ് യൂണിയൻ്റെ പേര് ഒരു രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യും. ആൻഡ് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അകത്തുള്ള എല്ലാ പെർട്ടിക്കുലേഴ്സും ഇതിനകത്ത് ആ ഒരു രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ്. ആൻഡ് ആ ആപ്ലിക്കേഷനെ അക്കമ്പനി ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ആ ട്രേഡ് യൂണിയനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പെർട്ടിക്കുലേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് ചുമ്മാ അങ്ങ് എൻ്റർ ചെയ്യല്ല, അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, ആ രീതിയിൽ ആ ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് എൻ്റർ ചെയ്യും. ആൻഡ് ഇത് സെക്ഷൻ 8 പറയുന്ന കാര്യമാണ്, ആ ഒരു രജിസ്റ്റർ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു കാര്യം. സെക്ഷൻ 8 പ്രകാരം രജിസ്ട്രാർക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ട്. അതായത് നിയമപ്രകാരം രജിസ്ട്രാർ ഇത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. എന്താണ്, ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എപ്പോഴാണ് ഈ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും അവിടെ, അതായത് ഒരു രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആക്ട് പ്രകാരം എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ടോ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി സെക്ഷൻ 8 പ്രകാരം ആർക്കുണ്ട്, രജിസ്ട്രാറിനുണ്ട്. ആൻഡ് ഇനിയിപ്പം ഈ ഒരു ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ ഇത് ചെയ്യുന്നില്ല, ഇത്രയും പറയുന്ന, അതായത് എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്തിട്ട് പോലും രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് വിസമ്മതിക്കുകയാണ്. കാര്യം അതെന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. എന്നിട്ടും രജിസ്ട്രാർ അത് ചെയ്യുന്നില്ല. അതെപ്പോഴാണ്, ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഇൻ്റർഫിയറൻസ് അവിടെ ഉണ്ടാകും. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 226 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ്. അപ്പം ആർട്ടിക്കിൾ 226 നമുക്കറിയാം, റിട്ടിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് അതിൽ. അപ്പോൾ അത് പ്രകാരം രജിസ്ട്രാറിനോട് കോടതിക്ക് കമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, ഈ ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രാറോട് പറയും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി അദ്ദേഹത്തിന് മേലെ ഇമ്പോസ് ചെയ്തിരിക്കുന്ന, അതായത് സെക്ഷൻ 7 സെക്ഷൻ 8 പ്രകാരം ഇമ്പോസ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി പെർഫോം ചെയ്യണം. അപ്പം എന്നും പറഞ്ഞിട്ട് എന്താണ്, ആർട്ടിക്കിൾ 226 പ്രകാരം കോടതിക്ക് അവിടെ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇത് ACC രാജങ്ക ലൈംസ്റ്റോൺ ക്വാറീസ് മസ്ദൂർ യൂണിയൻ വേഴ്സസ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കേസിനകത്താണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെക്ഷൻ 8 കാര്യം ഓർക്കുക. ആൻഡ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നുണ്ടെന്നും ആ ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതി അവിടെ ഇൻ്റർഫിയർ ചെയ്യും. 226 പ്രകാരം, ആർട്ടിക്കിൾ 226 പ്രകാരം ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഇനി അടുത്തത് കെഷോറം റയോൺ വർക്കേഴ്സ് യൂണിയൻ വേഴ്സസ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻ 1968 എന്ന് പറയുന്ന ഒരു കേസിൻ്റെ അകത്ത് അവിടെ കോടതി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ആളുകൾക്ക്, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എത്ര യൂണിയൻസ് വേണമെങ്കിലും ഫോം ചെയ്യാനായിട്ട് പറ്റും. അതായത് അവർക്ക് ഇത്ര എണ്ണം മാത്രമേ, ഇത്ര യൂണിയൻസ് മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടൂ, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്ടിൻ്റെ അകത്ത് ഒരിടത്ത് പോലും ഒരു റൈവൽ യൂണിയൻസിൻ്റെ ഫോർമേഷനെ ബാർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് യൂണിയൻസിന് പുതിയൊരു യൂണിയൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള യൂണിയൻസിന് നോട്ടീസ് കൊടുക്കണം, അങ്ങനെയൊന്നും എവിടെയും പറയുന്നില്ല. ഇത്ര യൂണിയൻസേ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും ഈ ആക്ടിൻ്റെ അകത്ത് എവിടെയും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു യൂണിയൻ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ആ ഒരു ട്രേഡ് യൂണിയൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ആക്റ്റിലും റൂൾസിലും റെഗുലേഷൻസിലും പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും അവർ കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് അവർ ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്കത് രജിസ്റ്റർ ചെയ്തെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ആ പറയുന്ന പ്രൊവിഷൻസും റൂൾസ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അങ്ങനെ വരുമ്പം സെക്ഷൻ 8 പ്രകാരം രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും വേണം. അതല്ലാണ്ട് ഇത്ര യൂണിയൻസെ ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു റെസ്ട്രിക്ഷനും ഇല്ല. ആൻഡ് ഇത് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കി എക്സിസ്റ്റിംഗ് യൂണിയൻസിന് നോട്ടീസ് കൊടുക്കണം എന്നൊന്നും എവിടെയും കണ്ടീഷൻ പറയുന്നില്ല. സോ അതാണ് ആ ഒരു കേസിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ മസ്ദൂർ സംഘ് വേഴ്സസ് ചീഫ് ലേബർ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്കേഴ്സിന്, ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം എന്നുള്ളത് അവരുടെ ആ ഒരു റൈറ്റ്, അവരുടെ ആ ഒരു അവകാശം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആൻഡ് അതായത് അവർക്കൊരു യൂണിയൻ ഫോം ചെയ്യുക എന്നുള്ളത് ആ വർക്കേഴ്സിൻ്റെ റൈറ്റാണ്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, വെറും റൈറ്റല്ല, ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആൻഡ് ഈ ട്രേഡ് യൂണിയൻസ് ആക്ട് പ്രകാരം ഒരു ട്രേഡ് യൂണിയൻ എല്ലാ റിക്വയർമെൻറ്റുകളും രജിസ്ട്രേഷന് വേണ്ട റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് രജിസ്ട്രേഷന് എൻറ്റൈറ്റിൽഡുമാണ്. ആൻഡ് ഈ പറയുന്ന രജിസ്ട്രാർ ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ആ ഒരു കേസിനകത്ത് ഹെൽഡ് ചെയ്ത കാര്യമാണ് എന്താണ്, റൈറ്റ് ഓഫ് വർക്കേഴ്സ് ടു ഫോം ട്രേഡ് യൂണിയൻ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഇത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ പേര് നെയിം ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ട്രേഡ് യൂണിയനെ ആ രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യണം, ഈ പറയുന്ന ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെട്ട എല്ലാ പർട്ടിക്കുലേഴ്സും ആ രജിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴാണ് അവിടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനും കൂടി ആര് ഇഷ്യൂ ചെയ്യണം? രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാര്യം അതൊരു ഫൈനൽ എവിഡൻസ് ആണ്. മീൻസ് അതിനെ പിന്നെ നമുക്ക് കൊറോബറേറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കൺക്ലൂസീവായിട്ടുള്ളൊരു എവിഡൻസ് ആണതെന്ന് പറയുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് യൂണിയൻ ഡ്യൂലി രജിസ്റ്റേർഡ് ആണ്, ഈ ഒരു ആക്ട് പ്രകാരം ഡ്യൂലി രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ആണ് എന്നുള്ളത് ഒരു കൺക്ലൂസീവായിട്ടുള്ളൊരു പ്രൂഫാണ്, ഒരു എവിഡൻസ് ആണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അതുപോലെ തന്നെ ഒരു ട്രേഡ് യൂണിയൻ്റെ മെമ്പർഷിപ്പിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് എത്രയാണ് എന്നുള്ള കാര്യം നോക്കാം. അത് പറയുന്നത് സെക്ഷൻ 9A സെക്ഷൻ 9A പറയുന്നത്. അപ്പോൾ ഈ ഒരു 9A, അതായത് ക്യാപിറ്റൽ എ ഒക്കെ വരുന്നത് എന്താണ്, അമെൻഡ് ചെയ്ത സെക്ഷൻസ് ആണ്. അപ്പം 9A എന്ന് പറയുന്നത് 2001 ട്രേഡ് യൂണിയൻസ് അമെൻമെൻറ്റ് ആക്ട് വഴി ഇൻസേർട്ട് ചെയ്തൊരു സെക്ഷനാണ്. ആൻഡ് ഇതിൽ പറയുന്നത് ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഷാൽ കണ്ടിന്യൂ to have not less than 10% or 100 of the workmen, whichever is less, subject to a minimum of 7, engaged or employed in an establishment or industry with which it is connected as its members. എന്ന് പറയുമ്പം ഒരു ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സ് മിനിമം എത്ര പേരുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ്റെ അകത്ത് എത്ര മെമ്പേഴ്സാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100, അതായത് മൊത്തം വർക്ക്മെനിൽ 100 അല്ലെങ്കിൽ 10%, വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് പറയുന്നത്. അതായത് ഇതിലേതാണോ കുറവായിട്ട് വരുന്നത് അതെടുത്താൽ മതി. ഇപ്പോൾ ടോട്ടൽ എത്രയാണ്, ഇപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് കുറവാണ്, അതിൻ്റെ 10% എടുക്കുമ്പോൾ അതാണ് കുറവെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ 100, അതിൽ താഴെ പോകാൻ പാടില്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് അതിൽ തന്നെ ഒരു മിനിമം പറയുന്നുണ്ട് 7 എന്നുള്ള കാര്യം. അപ്പോൾ 100 അല്ലെങ്കിൽ ലെസ് ദാൻ 10%, അത് നോട്ട് ലെസ് ദാൻ 10% ആണ് പറയുന്നത്. ആൻഡ് ഇത് രണ്ടിലും ഏതാണോ കുറവ് വരുന്നത് അതാണ് എടുക്കേണ്ടത്, ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 10%. അപ്പോൾ ഇവിടെ അതിനും ഒരു ത്രഷോൾഡ് ലിമിറ്റ് പറയുന്നതാണ് മിനിമം 7 എന്നുള്ളത്. അപ്പോൾ അവർ ആ ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലോ എംപ്ലോയിഡോ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് കണക്കാക്കുന്നത്, ഒരു ട്രേഡ് യൂണിയൻ്റെ മെമ്പേഴ്സ് എന്ന് കണക്കാക്കുന്നത്.
ആൻഡ് അതാണ് സെക്ഷൻ 9A പറയുന്നത്. അത് അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്ന സെക്ഷനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നോക്കാനുള്ളതാണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് 2 മാർക്കിനൊക്കെ അല്ലാണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. അപ്പോൾ ഇതുവരെ നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയാണ് പേര് എൻ്റർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി ഈ രജിസ്റ്റർ ചെയ്തത് ക്യാൻസൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അത് സെക്ഷൻ 10 ഡിഫൈൻ ചെയ്യുന്നത്. സോ സെക്ഷൻ 10 പറയുന്ന ഒരു കാര്യം, ഒരു ട്രേഡ് യൂണിയൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസൽ ചെയ്യും എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്യാൻസലേഷൻ വരുന്നത് എന്നൊക്കെയാണ് സെക്ഷൻ 10 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യും. ആര്? രജിസ്ട്രാർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വെറുതെ ഒന്നും ചെയ്യില്ല, ചില സർക്കംസ്റ്റൻസസിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ആ സർക്കംസ്റ്റൻസസിൽ ചെയ്യുമ്പോഴായിരിക്കും എന്തെന്ന് പറയുന്നത് അത് ക്യാൻസലായി എന്ന് നമ്മൾ പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെ സർക്കംസ്റ്റൻസസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ട്രേഡ് യൂണിയൻ ഇനി ആവശ്യമില്ല, ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ട്രേഡ് യൂണിയൻ തന്നെ രജിസ്ട്രാർക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. അതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറയുന്ന രജിസ്ട്രാർക്ക് തോന്നുകയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇവർ നേടിയെടുത്തത് ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വഴിയൊക്കെയാണ്, ഫ്രോഡ് കമ്മിറ്റ് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വിഡ്രോ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനായിട്ടോ പറ്റും. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ രജിസ്ട്രാർക്ക് തോന്നുകയാണ്, അതായത് രജിസ്ട്രാർക്ക് മനസ്സിലാകുകയാണ് ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇത് ക്യാൻസൽ ചെയ്യാം. അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് അതിൽ തന്നെ വരുന്ന സബ് പോയിൻറ്റ്സ് ആണ് ട്രേഡ് യൂണിയൻ എക്സിസ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്ന് രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്യാം. 2, ഈ പറയുന്ന ട്രേഡ് യൂണിയൻസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിനെ മനഃപൂർവ്വമായിട്ട് കോൺട്രവെയിൻ ചെയ്തു, അതായത് അതിന് എതിരായിട്ട് ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ സാഹചര്യം. 3 എന്ന് പറയുമ്പം ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ഏതെങ്കിലും ഒരു റൂളിനെ, അതായത് ഈ പറയുന്ന പ്രൊവിഷൻസിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റൂൾസ് ചെയ്തു. 4 എന്ന് പറഞ്ഞു കഴിയുമ്പം ഏതെങ്കിലും ഒരു റൂള് റിസൈൻ ചെയ്തു, വിച്ച് ഓട്ട് ടു ബി ദെയർ, അതായത് അത് ഉണ്ടായിരിക്കേണ്ട ഒരു റൂളിനെ അവർ മനഃപൂർവ്വം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ ട്രേഡ് യൂണിയൻ ചെയ്തു എന്ന് രജിസ്ട്രാർക്ക് തോന്നിക്കഴിഞ്ഞാലും രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർട്ടിഫിക്കറ്റ് വിഡ്രോ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സിൽ 4ാമത്തെ പോയിൻ്റാണ്, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആകുകയാണ് ട്രേഡ് യൂണിയൻ, ഒരു രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ഓഫ് വർക്ക്മെൻ്റെ അകത്ത് റിക്വസിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇല്ല എന്നും മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോഴും ഇത് ക്യാൻസലേഷൻ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, 4 സർക്കംസ്റ്റൻസസിലാണ് രജിസ്ട്രാർക്ക് ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ വിഡ്രോ ചെയ്യാനായിട്ടോ പറ്റുന്നത്. എൻ്റെ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പം ട്രേഡ് യൂണിയൻ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. 2 എന്ന് പറയുമ്പം ഈ പറയുന്ന ട്രേഡ് യൂണിയൻ ഈ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തെടുത്തത് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്കിലൂടെയോ ആണ്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ 3ാമത്തെ പറഞ്ഞ കാര്യം എന്താണ്, ട്രേഡ് യൂണിയൻ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ, ആ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, 1 ട്രേഡ് യൂണിയൻ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, 2 ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിനെ അത് വിൽഫുള്ളി കോൺട്രവെൻ ചെയ്തു, 3 ഇതിനകത്ത് തന്നെ ഉള്ള അവർ ഏതെങ്കിലും ഒരു റൂള് പ്രൊവിഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് പ്രൊവിഷനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു റൂൾ അവർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ദെൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടായിരിക്കേണ്ട ഒരു റൂളിനെ അവർ മനഃപൂർവ്വം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ 4ാമത്തെ പോയിൻറ്റ്സ്, നമ്മൾ മെയിനായിട്ടുള്ള 4ാമത്തെ പോയിൻറ്റ് പറഞ്ഞ ഏതാണ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇല്ല അതിൻ്റെ അത്, ആ ട്രേഡ് യൂണിയൻ്റെ അകത്ത് ഇല്ല. ഇത്രയും സാഹചര്യത്തിലാണ് ക്യാൻസലേഷൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ BCD, അതായത് ലാസ്റ്റ് പറഞ്ഞ 3 പോയിൻറ്റ്സ്, ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതല്ല, ബാക്കി 3 രജിസ്ട്രാർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന സമയത്ത് രജിസ്ട്രാർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ 3 സാഹചര്യങ്ങളിലും രജിസ്ട്രാർ എന്ത് ചെയ്യണം, ഈ പറയുന്ന ട്രേഡ് യൂണിയന് ഒരു പ്രയർ നോട്ടീസ് കൊടുക്കണം. ഇൻ റൈറ്റിങ്ങിലാണ് കൊടുക്കേണ്ടത്. അത് എത്ര നാളത്തേക്കാണ്, 2 months പ്രീവിയസ് നോട്ടീസാണ് കൊടുക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 2 മാസം സമയം കൊടുക്കണം. അത് നോട്ട് ലെസ് ദാൻ 2 months ആണ്, മിനിമം 2 മാസമാണ് കൊടുക്കേണ്ടത്. മാക്സിമം പറയുന്നില്ല, മിനിമം 2 മാസമെങ്കിലും കൊടുക്കണം. ഇൻ റൈറ്റിങ്ങിൽ ഒരു നോട്ടീസ് കൊടുക്കണം. എന്താണ്, ഈ പറയുന്ന രജിസ്ട്രാർ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിഡ്രോ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനായിട്ടോ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ഗ്രൗണ്ട് കാണിച്ചുകൊണ്ട് ഒരു
ഇൻ റൈറ്റിങ്ങിൽ തന്നെ 2 മാസം, മിനിമം 2 മാസമെങ്കിലും പ്രയർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫസ്റ്റ് കേസിൻ്റെ അകത്ത്, അതായത് ട്രേഡ് യൂണിയൻ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു സാഹചര്യത്തിൽ മാത്രം നോട്ടീസിൻ്റെ ആവശ്യമില്ല. കാര്യം അത് ട്രേഡ് യൂണിയൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ക്യാൻസലേഷന് വേണ്ടി നോക്കുന്നതാണ്. ബാക്കിയുള്ള സാഹചര്യങ്ങളിലൊക്കെ രജിസ്ട്രാറാണ് ഇത് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ഓരോ കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാസത്തെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇവിടെ തന്നെ ഒരു കേസുണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പർ മസ്ദൂർ സംഘ് വേഴ്സസ് ചീഫ് ലേബർ കമ്മീഷണർ. ഈ കേസ് നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യുക എന്ന് പറയുന്നത് വർക്കേഴ്സിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ളത്. ഇവിടെ ഈ കേസിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 10B, അതായത് ഫ്രോഡോ മിസ്റ്റേക്കോ വഴി ആ ഒരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നതാണ് സെക്ഷൻ 10B എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ കോടതി പറഞ്ഞൊരു കാര്യം, നോർമലി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞു, ഒരു പ്രീവിയസ് നോട്ടീസ് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് സെക്ഷൻ 10B എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, എന്ന് പറയുമ്പോൾ ഫ്രോഡോ മിസ്റ്റേക്കോ വഴി സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞ ആ ഒരു 2 മന്ത് നോട്ടീസ് അല്ലാണ്ട് വേറൊരു പ്രയർ നോട്ടീസും കൂടി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള അലിഗേഷനോ അല്ലെങ്കിൽ കോൺട്രവെൻഷനോ ട്രേഡ് യൂണിയൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞ നോട്ടീസ് അല്ലാണ്ട് 10B പ്രകാരം ഒരു ക്യാൻസലേഷന് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറൊരു നോട്ടീസ്, ഒരു എക്സ്ട്രാ നോട്ടീസ്, അത് ഒരു പ്രയർ നോട്ടീസ് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയർ നോട്ടീസ് കൊടുക്കാതെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതോ വിഡ്രോ ചെയ്യുന്നതോ എങ്കിൽ ആ ഒരു ക്യാൻസലേഷൻ അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ലെങ്കിൽ വിത്തൗട്ട് ജൂറിസ്ഡിക്ഷനായിട്ട് കണക്കാക്കും. ഇല്ലീഗൽ ആൻഡ് വിത്തൗട്ട് ജൂറിസ്ഡിക്ഷനായിട്ട് മാറും. അപ്പോൾ ഇത് ഏത് കേസിൽ പറയുകയാണ്, ഹിന്ദുസ്ഥാൻ കോപ്പർ മസ്ദൂർ സംഘ് വേഴ്സസ് ചീഫ് ലേബർ കമ്മീഷണർ. അപ്പോൾ അവിടെ പറയുന്നത്, എ പ്രയർ നോട്ടീസ് എപ്പാർട്ട് ഫ്രം ദ വൺ ഫോർ ദ പ്രൊപ്പോസ്ഡ് ആക്ഷൻ ഫോർ ക്യാൻസലേഷൻ ഓർ വിഡ്രോവൽ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആസ് കണ്ടംപ്ലേറ്റഡ് അണ്ടർ ദ പ്രൊവിസോ ടു സെക്ഷൻ 10 ഹാസ് ടു ബി ഗിവൻ ബൈ ദ രജിസ്ട്രാർ. എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള നോട്ടീസ് അല്ലാണ്ട് കൂടാതെ ഒരു നോട്ടീസും കൂടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ആ ഒരു ക്യാൻസലേഷൻ അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആൻഡ് വിത്തൗട്ട് ജൂറിസ്ഡിക്ഷനായിട്ട് മാറും. ദെൻ ഇതിനകത്ത് ഒരു കേസും കൂടെ ഉണ്ട്, മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്കേഴ്സ് ലേബറേഴ്സ് അസോസിയേഷൻ വേഴ്സസ് കമ്മീഷണേഴ്സ് ഓഫ് ലേബർ ആൻഡ് രജിസ്ട്രാർ ഓഫ് ട്രേഡ് യൂണിയൻസ് ഇൻ മൈസൂർ എന്ന് പറയുന്ന ഒരു കേസ്. ഇതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്ന പ്രകാരം ഉള്ള നോട്ടീസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, അതായത് നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാത്രമല്ല, അത് മാൻഡേറ്ററി ആയിട്ട് അത് കൊടുത്തിട്ടേ ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു ട്രേഡ് യൂണിയൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, രജിസ്ട്രാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആ ട്രേഡ് യൂണിയന് അവരുടെ കാരണം കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് എന്ത് കാരണം കൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഫ്രോഡിൻ്റെ ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഇല്ല എന്നുള്ള കാരണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയാൻ പറ്റും എന്ത് റീസൺ കൊണ്ടാണ് ക്യാൻസൽ ചെയ്യാനായിട്ട് രജിസ്ട്രാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ ഭാഗം കാണിക്കാൻ, ട്രേഡ് യൂണിയന് അവരുടെ കാരണം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രാർ അവിടെ ഓർഡർ ഓഫ് ക്യാൻസലേഷൻ പാസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് അവിടെ ഒരു അധികാരവും ഇല്ല. നോട്ടീസും കൊടുക്കണം, പ്രയർ നോട്ടീസും കൊടുക്കണം, അവർക്ക് അവരുടെ ഭാഗം കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കണം. ഇത്രയാണ് ആ ഒരു ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ വരുന്നത്. ഇനി ഇവിടെ തന്നെ ഈ ഒരു ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിഫ്യൂസൽ വരുന്ന സമയത്ത് നമുക്കതിന് അപ്പീൽ പോകാൻ പറ്റുന്ന കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. അത് സെക്ഷൻ 11 പറയുന്നത്. ഇപ്പോൾ ക്യാൻസലേഷൻ സെക്ഷൻ 10 പറഞ്ഞു, അപ്പീൽ പോകുന്നത് സെക്ഷൻ 11. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്യൂസൽ, ക്യാൻസലേഷൻ അല്ലെങ്കിൽ വിഡ്രോവൽ ഓഫ് രജിസ്ട്രേഷൻ ബൈ ദ രജിസ്ട്രാർ, ഇത്രയും സാഹചര്യങ്ങളിൽ അപ്പീൽ പോകുന്നതിനെ പറ്റിയാണ് സെക്ഷൻ 11 പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്യൂസൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു രജിസ്ട്രാർ ഈ പറയുന്ന എല്ലാ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റുകൾ ട്രേഡ് യൂണിയൻ സാറ്റിസ്ഫൈ ചെയ്താലും രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല, വിസമ്മതിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്ന് അപ്പീൽ പോകണം. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് വിഡ്രോ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അപ്പീൽ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറയുമ്പം ഫസ്റ്റ് ഈ പറയുന്ന റെഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗ്രീവ്ഡായിട്ടുള്ള ആളിനോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനോ ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ കോടതിയിൽ അപ്പീലായിട്ട് പോകാം. ആൻഡ്
ഈ പറയുന്ന അപ്പീൽ പോകേണ്ട ആ ഒരു പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് must be started within 60 days of the date on which the registrar passed the order against which appeal is made. അതായത് ഇപ്പോൾ രജിസ്ട്രാർ ഒരു ഓർഡറും പാസ് ചെയ്യും. അതായത് ഇപ്പോൾ രജിസ്ട്രേഷൻ റിഫ്യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതായിട്ടോ രജിസ്ട്രാർ ഒരു ഓർഡർ പാസ് ചെയ്തു. ആ ഒരു ഓർഡറിനാണ് നമുക്ക് അപ്പീൽ പോകേണ്ടത്. അപ്പോൾ രജിസ്ട്രാർ എന്നാണോ ആ ഒരു ഓർഡർ പാസ് ചെയ്യുന്നത് ആ ദിവസം തൊട്ട് 60 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ തുടങ്ങേണ്ടത്. അപ്പീലിൻ്റെ ആ ഒരു പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് റൂൾ 10 ഓഫ് ദി സെൻട്രൽ ട്രേഡ് യൂണിയൻ റെഗുലേഷൻസ് 1938 പറയുന്നത്. ആൻഡ് റൂൾ 13 ഓഫ് ദി കേരള ട്രേഡ് യൂണിയൻ റെഗുലേഷൻ 1958 അകത്തും പറയുന്നുണ്ട്. അപ്പീൽ എന്ന് പറയുന്നത് വിത്തിൻ 2 months ഓഫ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ രജിസ്ട്രാർ പാസ്ഡ് ആൻ ഓർഡർ അഗെയിൻസ്റ്റ് വിച്ച് അപ്പീൽ ഈസ് മെയ്ഡ് എന്നാണ് ആ കേരള ട്രേഡ് യൂണിയൻ റെഗുലേഷൻ്റെ അകത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തെ കാര്യം. അപ്പോൾ 2 മാസം എന്ന് പറയുന്നതും 60 days എന്ന് പറയുന്നതും സെയിം ആണ്. പക്ഷേ രണ്ടും 2 റൂളിലാണ് 2 റെഗുലേഷനിലാണ് പറയുന്നതെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞത് സെൻട്രൽ ട്രേഡ് യൂണിയൻ റെഗുലേഷൻസിൻ്റെ റൂൾ 10 അകത്തും ഇത് കേരള ട്രേഡ് യൂണിയൻ റെഗുലേഷൻ്റെ 1958 റെഗുലേഷനാണത്. അതെല്ലാം റൂൾ 13 പറയുന്നത് 2 month ടൈമിൻ്റെ കാര്യം. ആൻഡ് ഈ ട്രേഡ് യൂണിയൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പ്രസിഡൻസി ടൗണിന് ലിമിറ്റിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പീൽ എവിടെയാണ് കൊടുക്കേണ്ടത്? ഹൈക്കോർട്ടിലാണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പം ആ ഒരു ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലേബർ കോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിൻ്റെയോ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ഏരിയയിലാണ് ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അപ്പീൽ എവിടെ പോകും? ആ ഒരു ലേബർ കോർട്ടിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിലേക്കായിരിക്കും അപ്പീൽ പോകുന്നത്. ആൻഡ് ഈ പറയുന്ന അപ്പലേറ്റ് കോടതിക്ക് അപ്പീൽ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രാറിനോട് ഓർഡർ കൊടുക്കാം. എന്താണ്? ഈ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടോ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഒരു രജിസ്ട്രാർ ഇപ്പോൾ റെഫ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ ഓർഡർ അപ്പലേറ്റ് കോർട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വിഡ്രോവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പീൽ പോയത് എന്നുണ്ടെങ്കിൽ ആ ഒരു വിഡ്രോവൽ സെറ്റ് അസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ സെറ്റ് അസൈഡ് ചെയ്യാനായിട്ടൊക്കെ കോടതി ഓർഡർ കൊടുക്കാം. അപ്പലേറ്റ് കോടതി രജിസ്ട്രാറിന് ഡയറക്ഷൻ കൊടുക്കാം. ആൻഡ് അങ്ങനെ ഒരു ഓർഡർ കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യണം? അത് കംപ്ലൈ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ആ ഒരു രജിസ്ട്രേഷനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ലെക്ചേഴ്സ് കൂടെ എടുത്ത് വെച്ച് കണ്ടാൽ നമുക്ക് ആ ടോട്ടൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ക്ലിയർ ആവത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്യാൻസലേഷനും അതിൻ്റെ അപ്പീൽ പോകുന്നതും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ബാലൻസ് ടോപ്പിക്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.